ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ഇന്ത്യൻ സ്വീറ്റ് ഡിഷുമായിട്ടാണ്. ഈ ഒരു ഡിഷ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മാംഗോയുടെ പൾപ്പും പിന്നെ കേടും വെച്ചിട്ടാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്വീറ്റ് ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന കുറച്ച് കേടാണ് ഇത്. ഇപ്പോൾ ഞാനൊരു അര ബൗള് കേടാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു മീഡിയം സൈസ് കപ്പിന് 1.5 ഗ്ലാസ് കേടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾക്ക് അപ്പോൾ ഈ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേട് നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ മുകളിലായിട്ട് നമ്മൾ കേട് കുറേശ്ശെ ആഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്തുള്ള വെള്ളമെല്ലാം കംപ്ലീറ്റ് മാറ്റി നമുക്ക് എടുക്കണം. അപ്പം ഞാനിവിടെ ഒരു സ്പൂണ് വെച്ചിട്ട് കുറേശ്ശെ കേട് ഒരു തുണിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണിപ്പോൾ. കണ്ടോ, ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലൊരു തുണി വെച്ചിട്ട് വേണം നമ്മളിത് കേട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചും കൊണ്ട് ഇതിനകത്തുള്ള കംപ്ലീറ്റ് വെള്ളവും നമ്മൾ മാറ്റിയെടുക്കുക. നന്നായിട്ട് ഇറുക്കി വെച്ചിട്ട് അപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം വരും കേട്ടോ. ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ആ ബൗളിൽ അറിയാൻ പറ്റും അതിൽ നിന്നുള്ള കേടിൽ നിന്നുള്ള വെള്ളം വീഴുന്നത്. നമ്മൾ നന്നായിട്ട് ഇറുക്കി പിടിച്ചിട്ട് അതിൽ നിന്നുള്ള കേടിൽ നിന്നുള്ള വെള്ളം കംപ്ലീറ്റ് നമ്മൾ മാറ്റുക. ആ തുണിയൊന്ന് നന്നായിട്ട് ഇറുക്കി പിടിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് വെള്ളവും കേടുന്നുള്ള കംപ്ലീറ്റ് വെള്ളവും ഡ്രെയിനായി പോയിക്കോളും. കണ്ടോ, നല്ല ഇതായിട്ട് അത് മാറ്റി കിട്ടും നമുക്ക് വെള്ളം. ഇതിപ്പോൾ ഞാൻ കേടുന്നുള്ള കംപ്ലീറ്റ് വെള്ളം ഇവിടെ മാറ്റി എടുത്തിട്ടുണ്ട്. ആ ബൗളിൽ ഇത്രയും വെള്ളമാണ് കേടെന്ന് എനിക്ക് വന്നത്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറെങ്കിലും ഇതൊന്ന് നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്ന് തണുപ്പിച്ചിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഒരു 3 മണിക്കൂർ അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഇതിനെ ഡ്രെയിൻ ചെയ്തെടുക്കാൻ പോവാം ഞാൻ. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയാണ്. അപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാങ്ങ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. നമുക്കിത് തൊലി കളഞ്ഞ് കുഞ്ഞ് പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം 2 മാങ്ങ ഫുള്ളായിട്ട് ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിൽ ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക ഈ മാങ്ങ. ഇപ്പം ഞാൻ കംപ്ലീറ്റ് മാങ്ങയും ട്രാൻസ്ഫർ ചെയ്ത് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ടിയായിട്ട് മാംഗോയുടെ പൾപ്പ് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റുക. ഇനി ഇത് ഞാനിപ്പോൾ മാംഗോ പൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. കേട് ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് ഇത് പുറത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്. ഇപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നല്ല ഡ്രൈ ആയി കിട്ടും കേട്ടോ. നമുക്ക് കുറേശ്ശെ ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ കേട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരുന്ന കംപ്ലീറ്റ് ആ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏലക്കായും 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി നമുക്ക് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഷുഗർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പൗഡേർഡ് ഷുഗറാണ് വേണ്ടത്. അപ്പോൾ ഏലക്കായുടെ കൂടെ നമ്മൾ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കായും നന്നായിട്ട് പൊടിച്ച് കിട്ടും, ആ ഷുഗറും നല്ല പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതും കൂടി ഞാൻ കേടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഏലക്കായുടെ പൊടിച്ചതും ഷുഗറും കൂടി. ഞാനിത് വേറൊരു ബൗളിലോട്ട് മാറ്റുക കേട്ടോ. കാര്യം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബൗളിൽ പറ്റത്തില്ല ബീറ്റ് ചെയ്യാൻ, ചെറിയ ബൗളായിപ്പോയി. ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
നമ്മൾ സാധാ വിസ്ക് വെച്ചിട്ടായാലും ഒന്ന് കേടൊന്ന് നല്ല ക്രീമി ആയിട്ട് എടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നല്ല ക്രീമി ആയിട്ട് കിട്ടണം നമുക്ക് ആ കേട്. സാധാ വിസ്ക് വെച്ചിട്ടായാലും നന്നായിട്ട് ഇതേപോലെ ക്രീമാക്കി എടുത്താൽ മതി. കേടപ്പോൾ നല്ല ക്രീമി മാതിരി വന്നിട്ടുണ്ട് ബീറ്റ് ചെയ്തപ്പോഴത്തേക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് കുറേശ്ശെ മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. മാംഗോയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ വിസ്ക് വെച്ചിട്ടായാലും സാധാ വിസ്കിട്ട് ചെയ്യുമ്പോഴും സ്പൂൺ വെച്ചിട്ടൊന്നും ചെയ്യാതെ നോക്കാണ്ട് വിസ്ക് വെച്ചിട്ടും ചെയ്യാം. എന്നാൽ മാത്രമേ മാംഗോയുടെ പൾപ്പ് കേർഡിലെ എല്ലാ സൈഡിലും മിക്സായി വരത്തുള്ളൂ. ഞാനിപ്പോൾ കംപ്ലീറ്റ് മാംഗോയുടെ പൾപ്പും കേർഡിലോട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മാംഗോയുടെ ചെറിയ കുട്ടി കുട്ടി പീസസ് ആണ്. ജസ്റ്റ് നമ്മൾ മാംഗോ ശ്രീഖണ്ഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കേർഡും മാംഗോയുടെ പൾപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ബീറ്റ് ചെയ്ത് വെച്ചിരുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഗ്ലാസ്സിലേക്ക് കുറേശ്ശെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന മാംഗോ ഇല്ലേ, അതും കൂടെ ആഡ് ചെയ്യുക. വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി നമ്മൾ ക്രീമി ആയിട്ട് എടുത്ത് വെച്ചിരുന്ന കേർഡും മാംഗോയുടെ പൾപ്പും കൂടെ മിക്സ് ചെയ്തത് ആഡ് ചെയ്യുക. വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാംഗോ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി മാംഗോയുടെ പൾപ്പും കേർഡും കൂടെ മിക്സ് ചെയ്തത് ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂസ്, പിന്നെ ബദാം, പിസ്ത, അതെല്ലാം നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സാഫ്രോൺ പൗഡർ ഇല്ലേ, അതും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാംഗോ ശ്രീഖണ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ആ ഒരു കാർഡമൻ്റെ സ്മെല്ലും ഷുഗറും ഒക്കെ കേർഡിൽ ആഡ് ചെയ്തിട്ടുള്ള പ്രത്യേക രുചിയാണ് മാംഗോ ശ്രീഖണ്ഡിന്. അപ്പം നിങ്ങളും വീട്ടിൽ ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.